Hi, welcome back to our YouTube channel. ഇന്ന് നവംബർ 28, സമയം ഏകദേശം ഒരു 6 മണി. ചെറിയൊരു വേദനയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അതായത് കൺട്രാക്ഷൻ എന്നൊക്കെ പറയാം. ചെറിയൊരു വേദന ആയതുകൊണ്ട് തന്നെ ഞാനൊരു ഹോട്ട് ഷവറൊക്കെ എടുത്താൽ മാറുമെന്ന് വിചാരിച്ചു. നേരെ പോയി ഒരു ഹോട്ട് ഷവർ എടുത്തു. ഇപ്പോൾ ചെറിയൊരു ആശ്വാസമുണ്ട്. എന്നാലും ഇനി അധികം സമയമൊന്നുമില്ല എന്ന് ഏകദേശം എനിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഞാൻ നെയിൽ പോളിഷൊക്കെ റിമൂവ് ആക്കി ഗോൾഡൊക്കെ ഊരി ഡെലിവറിക്ക് പോകാൻ വേണ്ടി എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് ബെഡിൽ തന്നെ റെസ്റ്റ് എടുക്കുമ്പോഴാണ് ദേ വരുന്നത് ഒരു സർപ്രൈസ് വിസിറ്റ്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ എന്നെ കാണാൻ വരാമെന്ന് പറയുന്നതാണ് റെസ്പിന് ശരണം. എന്നിട്ട് ഡെലിവറിക്ക് പോകുന്നതിന് മുമ്പെങ്കിലും അവരെത്തിയല്ലോ, ഭാഗ്യം. അങ്ങനെ പെയിൻ എടുത്തിരിക്കണ എനിക്കൊരാശ്വാസം പോലെയാണ് ഇവരെത്തിയത്. അല്ലെങ്കിലും ചിലർ അങ്ങനെയാണോ, ജീവിതത്തിൽ വിഷമിച്ചിരിക്കുമ്പോൾ കൂടെ എപ്പോഴും ഉണ്ടാവും എന്ന് പറയില്ലേ, അതുപോലെ. വേദന എടുത്ത കിടന്ന ഞാനാണ്, ഇവര് വന്നതിന്റെ വേദന വരെ ഇല്ലാണ്ടാക്കി ലേബർ റൂമിൽ പോകേണ്ട ഞാനാ. അതേ നിക്കണില്ലേ, പുല്ല് പോലെ അല്ല പുഷ്പം പോലെ നിക്കാണ്. എന്റെ വേദന വരെ ഇവരെ ഓടിച്ചു വിട്ട്. പിന്നെയും പെയിൻ തുടങ്ങി. ഇപ്പോൾ സമയം രാത്രി 12 മണി. വെറുതെ ഇനി റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചു രാത്രി തന്നെ ഹോസ്പിറ്റലിൽ പോവാണ്. എനിക്കുള്ളതിനേക്കാളും ടെൻഷൻ അർഷിക്കാണ്. എനിക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കണ്ടല്ലോ. ഇത്ര പെയിൻ ഉണ്ടെങ്കിലും ലിപ്സ്റ്റിക് ഇട്ടേ സുമി പുറത്തിറങ്ങാറുള്ളൂ. അങ്ങനെ നീണ്ട കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ 2 ശരീരമായി മാറാൻ പോവാണ്. ഹോസ്പിറ്റൽ ബാഗൊക്കെ നേരത്തെ പാക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി നേരെ പോയാൽ മതി. 36 ആഴ്ച 4 ദിവസം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയാൽ തിരിച്ചു വരാൻ സാധ്യത കൂടുതലാണ്. ഈ പെയിൻ കൺട്രാക്ഷൻ ആണോ അല്ലെങ്കിൽ നോർമൽ ഉള്ള പെയിൻ ആണോ എന്ന് അറിയാൻ പാടില്ലല്ലോ. പോയിട്ട് ബേബി ആയിട്ടാണോ വരുന്നത്, ഇങ്ങനെയാണോ വരുന്നത്? 9 മാസം കാത്തിരുന്ന ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് പോയിട്ട് വരാം. എന്താവോ എന്തോ, ഭൂമിക്ക് ഒരു അനിയത്തിയോ അനിയനോ വരാൻ പോവാണ്. ഇനി നേരെ വൈകിക്കുന്നില്ല, ഞാൻ പോയി പ്രസവിച്ചിട്ട് വരാം. ഇനി അങ്ങോട്ട് നടക്കുന്നത് ഒരു നീണ്ട കാത്തിരിപ്പിന്റെ നിമിഷങ്ങളാണ്. ഹോസ്പിറ്റലിലെത്തി നേരെ ഞങ്ങൾ ചെന്നത് എമർജൻസി കാഷ്വാലിറ്റിയിലേക്കാണ്. അവിടുന്ന് നേരെ എന്നെ ലേബർ റൂമിലേക്ക് മാറ്റി. ഇപ്പോൾ സമയം 3 മണി. ഞാൻ ഇവിടെ ലേബർ റൂമിൽ ഒബ്സർവേഷനിലും അർഷി പുറത്ത് വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ PV ചെയ്ത് നോക്കി 1 ഫിംഗർ ഡൈലേറ്റഡേ ആയിട്ടുള്ളൂ. പക്ഷെ എനിക്ക് പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ രാവിലെ 8 മണി വരെ ഞാനവിടെ ഒബ്സർവേഷനിലായിരുന്നു. ഇപ്പോൾ പെയിൻ കുറവുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഒരു 10 to 15 മിനിറ്റ്സ് നടന്നിട്ട് 9 മണിയാകുമ്പോഴേക്കും EG നോക്കാൻ ലേബർ റൂമിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ 9:30 ആയപ്പോഴേക്കും ചൈത്ര മാം വന്നു, PV ചെയ്തു. 2 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയി. അങ്ങനെ പെയിൻ ഇൻഡ്യൂസ് ചെയ്ത് എന്നെ ലേബർ സ്യൂട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. റിനിയൽ മെഡിസിറ്റിയിലെ ലേബർ സ്യൂട്ടിലാണ് നോർമൽ ഡെലിവറി സാധാരണ നടക്കാറ്. ഹസ്ബൻഡ് കയറുന്നുണ്ടെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്താൽ മതി. അതായത് ഞങ്ങൾ ഒരു 13,000 രൂപയാണ് ലേബർ സ്യൂട്ടിന് പേയ്മെന്റ് ചെയ്തിട്ടുണ്ടായത്. പെയിൻ ഇൻഡ്യൂസ് ചെയ്ത ശേഷം ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് വീണ്ടും പെയിൻ തുടങ്ങി. ഇത്ര നേരം അനുഭവിച്ച പെയിൻ അല്ല, ഇൻഡ്യൂസ് ചെയ്ത ശേഷം എനിക്ക് നല്ല രീതിയിൽ പെയിൻ വന്നു. അങ്ങനെ എനിക്ക് സഹിക്കാൻ പറ്റാണ്ടായപ്പോഴേക്കും നേരെ എപ്പിഡ്യൂറൽ എടുക്കാൻ അനസ്തേഷ്യ ഡോക്ടർ വന്നു. എപ്പിഡ്യൂറൽ എടുക്കുന്ന ചെറിയൊരു പെയിൻ മാത്രമേ എനിക്ക് പിന്നെ ഓർമ്മയുള്ളൂ. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പെയിനും എനിക്ക് അറിയാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇപ്പോൾ എനിക്ക് 4 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയി. കൺട്രാക്ഷൻ കണ്ടിന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് എപ്പിഡ്യൂറൽ എടുത്തുകൊണ്ട് തന്നെ തീരെ പെയിൻ അറിയേണ്ടി വന്നില്ല. അതായത് PV ചെയ്തത് പോലും എനിക്ക് പെയിൻലെസ് ആയിട്ടാണ് തോന്നിയത്. ഇനി 1/2 an hour കൂടുമ്പോൾ ബോൾ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞു, ബേബിയുടെ ഹെഡ് ഇറങ്ങാൻ വേണ്ടി. കൺട്രാക്ഷൻ വരുമ്പോൾ ചവിട്ടി ചാടണം, ബോളിലിരുന്നു. അങ്ങനെ 6 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആവുന്നത് വരെ ചെയ്തു. 6 സെന്റിമീറ്റർ ആയാൽ പിന്നെ 10 ആവാൻ പെട്ടെന്നാവും. ലേബർ റൂമിന് പുറത്ത് സിറവും മോണിയൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 7 മണി. എനിക്കിപ്പോൾ 9 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയി. അതെ, ബേബി പുറത്ത് വരാൻ ടൈമായിരുന്നു. ചൈത്ര മാം ഒന്ന് പുഷ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. എപ്പിഡ്യൂറലിന്റെ എഫക്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ പുഷ് ചെയ്യാത്തതുകൊണ്ട് തന്നെ എപ്പിഡ്യൂറൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ എപ്പിഡ്യൂറൽ സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് ചൈത്ര മാം വേറൊരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോയി. അത് കഴിഞ്ഞ് ഒരു 8 o'clock ആയപ്പോഴേക്കും വീണ്ടും പുഷ് ചെയ്യാൻ പറഞ്ഞു. ഇപ്പോൾ 10 സെന്റിമീറ്റർ ഡൈലേറ്റഡ് ആയി. ബേബി വരാൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. ഇനി അങ്ങോട്ടേക്ക് എന്താ നടക്കുന്നത് എന്ന് ഫോണിൽ വീഡിയോസ് എടുത്തെങ്കിലും അത് റെക്കോർഡായില്ല. വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ഞാൻ അവിടെ കിടന്ന് അലറുമായിരുന്നു. എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഇത്ര മാലാകമാരും പിന്നെ എൻ്റെ ഹസ്ബൻഡും കൂടെ ഉള്ളപ്പോൾ ഞാൻ ഒരു നിമിഷം ആലോചിച്ചു, ഈ ലോകത്ത് എല്ലാവർക്കും പറ്റുമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് എനിക്ക് പറ്റൂല? ഇനി ഒന്നും ചിന്തിക്കാനില്ല, വേറെ ഒന്നും ആലോചിക്കാനുമില്ല. മനസ്സിൽ എൻ്റെ ഉമ്മച്ചിയെ വിളിച്ചു പുഷ് ചെയ്തു. അതെ, ഞാൻ കേട്ടു ആ കരച്ചിൽ. നവംബർ 29, 8:39 PM. എറാ മൽഹാർ പിറന്നു. യെസ്, ഫൈനലി ഞങ്ങൾക്ക് ഒരു ബേബി ഗേൾ. എനിക്ക് നന്ദി പറയാനുള്ളത് ഡോക്ടർ ചൈത്ര ആൻഡ് ടീമിനോടാണ്. ഞാൻ കണ്ട ഭൂമിയിലെ ദൈവങ്ങൾ. അതെ, ദൈവങ്ങൾ. നിങ്ങളുടെ ഈ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്ക് എൻ്റെ ഈ ഡെലിവറി ഇത്ര മനോഹരമായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയത്. താങ്ക് യു സോ മച്ച് ഡോക്ടർ ചൈത്ര ആൻഡ് ടീം. എനിക്കിനി പറയാനുള്ളത് ഭർത്താക്കന്മാരോടാണ്.
അതായത് ഏകദേശം 12 മണിക്കൂറോളം ലേബർ റൂമിൽ എനിക്ക് സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. ആ സമയത്തൊക്കെ എൻ്റെ ഭർത്താവാണ് എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാനുണ്ടായത്. അതായത് നിങ്ങളുടെ ഭാര്യമാർക്ക് നിങ്ങളെക്കാളും വലിയ ധൈര്യം കൊടുക്കാൻ പറ്റുന്ന വേറെ ആരും അവിടെ ഉണ്ടാവില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയുമാവും. അങ്ങനെ പേരിൽ മാത്രം സുഖമുള്ള സുഖപ്രസവം കഴിഞ്ഞു. ഇനി ബാക്കി വിശേഷങ്ങളായി പിന്നെ കാണാം. നെക്സ്റ്റ് വീഡിയോ വരേക്കും മാസലാമ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കാം. ബൈ.